ഹലോ എവരിവൺ, ദക്ഷിണ ലേണിംഗ്സിന്റെ സിസാറ്റ് ഹാക്കർ പ്രോഗ്രാമിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണ്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് ടോപ്പിക് ആണ്. ഓക്കെ, എന്നാൽ ഈ ടോപ്പിക്കിന്റെ പ്രത്യേകത എല്ലാ വർഷവും 2-3 ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കോഡിംഗ് ഡീകോഡിംഗ്. ഓക്കെ, ഫൈൻ. സോ നമുക്ക് കോഡിംഗ് ഡീകോഡിൻ്റെ ടോപ്പിക്കിൻ്റെ അകത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ബേസിക് ആയിട്ട് പഠിക്കണം, എങ്ങനെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം എന്നുള്ള കാര്യം നോക്കാം. ആദ്യം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, കോഡിംഗ് ഡീകോഡിൻ്റെ അകത്തുള്ള കുറച്ച് സെറ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത് ആൽഫബറ്റിക് ഓർഡർ A to Z വരെ അതിൻ്റെ കറക്റ്റ് എക്സാക്ട് ന്യൂമറിക്കൽസ് വാല്യൂസ്. ഓക്കെ, ന്യൂമറിക്കൽ നമ്പേഴ്സ്, അതിന് കറസ്പോണ്ടിങ് നമ്പേഴ്സ്. ഓക്കെ, ഫൈൻ. അതായത് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 1 ആണ്. A എന്ന് പറഞ്ഞാൽ 1 ആണ്, B 2 ആണ്, C 3 ആണ്, സോ ഓൺ. അങ്ങനെ Z എന്താണ്? 26 ആണ്. സോ അപ്പം ഇത് ആക്ച്വലി നിങ്ങൾ ബൈഹാർട്ട് ചെയ്യൊന്നും വേണ്ട. ബൈഹാർട്ട് ചെയ്താൽ നല്ലത്, നമുക്ക് ടൈം ലാഭിക്കാം. പക്ഷെ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അഥവാ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ ആൻസർ മൊത്തം തെറ്റും. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട. നിങ്ങൾ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്തായാലും ഫാസ്റ്റ് ആയിട്ടൊന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തൊന്ന് ആൽഫബറ്റ് ഓർഡറും അതിൻ്റെ നമ്പേഴ്സ് എഴുതി വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഫൈൻ. സോ ചില സിറ്റുവേഷനിൽ നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് ഓർഡർ വേണ്ടി വരും. അതായത് Z1, Y2, X3, സോ ഓൺ, പുറകോട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിവേഴ്സ് ഓർഡർ എഴുതി വെക്കാം. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ആൽഫബറ്റിക് ഓർഡർ ഒരു സർക്കിളിലാണെന്ന് സങ്കല്പിക്കാം. ഓക്കെ, സർക്കിളിലാണെന്ന് സങ്കല്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ Z കഴിഞ്ഞാൽ എന്ത് വരും? A വരും. Z കഴിഞ്ഞാൽ എന്ത് വരും? A വരും. Z കഴിഞ്ഞാൽ A വരും. അതായത് എയുടെ പുറകിൽ എന്തുണ്ട്? Z ഉണ്ട്. അപ്പോൾ ഒരു സർക്കുലർ ഫോമിലാണെന്ന് സങ്കല്പിക്കുക. അപ്പം Z കഴിഞ്ഞാൽ A സ്റ്റാർട്ട് ചെയ്യും, അത് അവിടെ എൻഡ് ചെയ്യുന്നില്ല. പിന്നെ B, C, D അങ്ങനെ പോകും. Z കഴിഞ്ഞാൽ വീണ്ടും A വരും. ഓക്കെ, സോ എയുടെ 2 സ്റ്റെപ്പ് പുറകിൽ അപ്പോൾ ആരുണ്ട്? Y ഉണ്ട് അല്ലെ. ബിയുടെ 2 സ്റ്റെപ്പ് പുറകിൽ ആരുണ്ട്? Z ഉണ്ട്. സോ ആ രീതിയിലൊന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പം Z കഴിഞ്ഞാൽ അവിടെ എന്ത് എൻഡ് ചെയ്യുന്നില്ല, ആൽഫബറ്റ് എൻഡ് ചെയ്യുന്നില്ല, വീണ്ടും A സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എന്ന രീതിയിൽ ആലോചിക്കാം. ഫൈൻ. അപ്പം ഇതൊന്ന് എഴുതി വെക്കുക. ജസ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന കാര്യം നോക്കാം. ഫൈൻ. സോ നമുക്കൊരു PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. 2023 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. If 0 is written as CHUR, then how is player written? ഓക്കെ, അപ്പം 0 എന്ന് പറയുന്ന ലെറ്റർ സീറോ എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? CHUR ആണ്. ഓക്കെ, CHUR ആണ്. 0 എന്താണ്? CHUR ആണ്. സോറി, ഫൈൻ. അങ്ങനെയാണെങ്കിൽ പ്ലെയർ എങ്ങനെയാണ് എഴുതുക എന്നാണ് ചോദ്യം. അപ്പം 0യുടെ കോഡാണ് എന്ത്? CHUR. പ്ലെയറുടെ കോഡ് ഓപ്ഷനിലിരിക്കുന്നത് ഏതാണ്? അപ്പം ഇവിടെ ചെയ്യേണ്ട കാര്യം, ഈ തന്നിരിക്കുന്ന 0ൻ്റെ അതിൻ്റെ ന്യൂമറിക്കൽസ് എഴുതുക. ഓക്കെ, ഫൈൻ. ന്യൂമറിക്കൽസ് എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. Z എന്താണ്? Z 26 ആണ്. ഓക്കെ, Z എന്താണ്? 26 ആണ്. ഓക്കെ, പിന്നെ അടുത്തത് നിങ്ങൾ പോകേണ്ടത് യിലേക്കല്ല, Z-ന്റെ സെയിം കോഡായിരിക്കും എന്ത്? C. നോർമലി അങ്ങനെയാണ് വരാറ്. Z-ന്റെ കോഡാണ് C, ഇയുടെ കോഡാണ് H, ആറിൻ്റെ കോഡാണ് U, ഓൻ്റെ കോഡാണ് R. അല്ലാതെ ഷഫിൾ ചെയ്തിട്ടും ചോദിക്കാം. അതായത് Z-ൻ്റെത് R, ഓൻ്റെത് C, അങ്ങനെയും ചോദിക്കാം. ക്രോസ് ചെയ്തിട്ടും കോഡിങ് വരാറുണ്ട്, കോഡിങ് ഡീകോഡിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷെ UPSC ഇതുവരെ അങ്ങനെ ചോദിച്ചില്ല. UPSC ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചത്. അപ്പം ഡയറക്റ്റ് ആണെന്നുള്ള അസംഷനിൽ പോവുക. ഇനി നിങ്ങൾക്ക് അവിടെ കണക്ഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം ക്രോസ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഡയറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ആ ഒരു പിന്നെ ആൻസർ എത്താൻ പറ്റും. അതായത് അതിൻ്റെ കോഡിങ് എന്താണെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഫൈൻ. അപ്പം Z-ന്റെ നമ്പർ എത്രയാണ്? 26. C എത്രയാണ്? 3. ഓക്കെ, 26 3 ആയി. ഓക്കെ, ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? ABCD ഒരു സർക്കുലർ ഫോമിലാണെന്ന് ആലോചിക്കുക. അപ്പം Z കഴിഞ്ഞാൽ Z+1 A ആണ്, Z+2 B ആണ്, Z+3 C ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിച്ചത്? Z+3 ആണ് നമ്മുടെ സിയിലോട്ട് വന്നത്. ഓക്കെ, അത് രണ്ടാമത്തത് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരും. എന്താ? E 5 ആണ് അല്ലേ? E എന്താണ്? 5 ആണ്. H
H8 ആണ്. ഓക്കെ, അപ്പം ഈ 5 ആണ് ഇവിടെ നമുക്ക് ക്ലിയർ ആണല്ലോ. 5 8 ആയി. അപ്പം നമുക്ക് ലെറ്റേഴ്സ് തമ്മിലെ കണക്ഷൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്പേഴ്സ് തമ്മിലുള്ള കണക്ഷൻ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. 5 8 ആയി. 5 എങ്ങനെ 8 ആയി? +3 ചെയ്തിട്ട് 5 + 3 ആണ് 8 അല്ലേ? നെക്സ്റ്റ് R ഇവിടെ എന്താണ് വരുന്നത്? 18 ആണ്. 18 ആണ്. U 21 ആണ്. 21 18 21 ആയി. +3. സോ നമുക്ക് ഇവിടുത്തെ കോഡ് മനസ്സിലായില്ലേ? എന്താണ്? +3 +3 +3. സോ നെക്സ്റ്റ് എന്തായിരിക്കണം? +3 ആയിരിക്കണം. ആണെന്ന് നോക്കാം. O എന്താണ്? O 15. ഓക്കെ, 15 ആൻഡ് R ഈസ് 18. കറക്റ്റ് അല്ലേ? 15 + 3 18. പെർഫെക്റ്റ്. സോ അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വേർഡെന്നും കോഡെന്നും എങ്ങനെയാണ് കോഡിങ് നടന്നത് എന്ന് മനസ്സിലായി. എന്താണ് കോഡിങ്? +3 +3 +3. സെയിം മെത്തേഡിൽ എന്ത് കോഡ് ചെയ്യാം? പ്ലെയർ കോഡ് ചെയ്യാം. ഓക്കെ, സെയിം മെത്തേഡിൽ പ്ലെയർ കോഡ് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കാം. പ്ലെയർ PLAYER പ്ലെയർ. സോ ഇത് നിങ്ങൾ ഒരുമിച്ച് എല്ലാത്തിൻ്റെയും ലെറ്റേഴ്സ് എഴുതുന്നതിന് പകരം ഓരോ ലെറ്റേഴ്സിൻ്റെയും നമ്പർ എഴുതി ഓപ്ഷൻസ് നോക്കി എലിമിനേറ്റ് ചെയ്തു പോകുന്നതാണ് സേഫ്. ഓക്കെ, സോ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ഏതെടുക്കുക? P എന്ന് പറയുന്ന ലെറ്റർ എടുക്കുക. ഓക്കെ, പിയുടെ നമ്പർ എത്രയാണ്? 16 ആണ്. ഓക്കെ, പിയുടെ നമ്പർ എത്രയാണ്? 16 ആണ്. അപ്പൊ എന്താണ് നമ്മുടെ കോഡ്? +3 ചെയ്യണം. 16 + 3 എന്താ? 16 + 3 19 ആണ്. 19 എന്താണ്? 19 S ആണ്. സോ ആദ്യത്തെ ലെറ്റർ S ആണ് അല്ലെ? ഇനി ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ എല്ലാത്തിൻ്റെയും ആദ്യത്തെ ലെറ്റർ S ആണ്. സോ നമുക്കൊന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അടുത്ത ലെറ്റർ നോക്കിക്കേ, എല്ലാം O ആണ്. സോ ഇതെന്തായിരിക്കും? O ആയിരിക്കും. അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം എന്താ? എല്ലാം O ആണ്. നമ്മളത് ടൈം വേസ്റ്റ് ചെയ്യണ്ട. നമുക്ക് അടുത്ത ലെറ്ററിലോട്ട് പോവാം. അവിടെ കുറച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. മേ ബി ആൻസറിലെത്താം. സോ മൂന്നാമത്തത് A എന്താണ്? 1 ആണ്. എന്തുകൊണ്ട് എല്ലാം സ്കിപ്പ് ചെയ്തെന്ന് വെച്ചാൽ ഓപ്ഷൻ എല്ലാം സെയിം ആണ്. അപ്പം നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ A 1 ആണ് അല്ലേ? A 1 ആണ്. A 1 എന്താണ്? ഇപ്പം നമ്മുടെ കോഡ് +3 അല്ലേ? +3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 + 3 4. 4 എന്താ? 4 എന്താ? D. 4 D ആണ്. SOD നോക്കിക്കേ. ഇനി ഓപ്ഷൻ നോക്കിക്കേ. ഓക്കെ, ഓപ്ഷൻ A നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താ? അവിടെ SOC ആണ് വന്നത്. ഇനി അപ്പം BCD ആണ് ആൻസർ. BCD ആണ് ആൻസർ. അപ്പം നെക്സ്റ്റ് D കഴിഞ്ഞാൽ എല്ലാം B ആണല്ലേ? അപ്പം അടുത്തത് നമ്മൾ എഴുതുന്നില്ല. അത് എന്താണ്? B ആണ്. ഇനി അടുത്തതിൻ്റെ അകത്ത് നമുക്ക് മേ ബി ആൻസർ എത്താം, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് E ആണ്. E ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തു. E എന്താണ്? 5 ആണ്. 5 + 3 എന്ത് വരും? 8 വരും. 8 എന്താണ്? 8 ഈസ് H. സോ H ആണ്. ഏത് എലിമിനേറ്റ് ചെയ്യാം? B എലിമിനേറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്ക് ആൻസർ കിട്ടും R 18. 18 + 3 21. 21 ഈസ് U. ഓക്കെ, U. ഫൈൻ. ഏത് എലിമിനേറ്റ് ആയി? C എലിമിനേറ്റ് ആയി. ആൻസർ എന്താണ്? D. സോ അപ്പോൾ നമുക്ക് ആ ഓപ്ഷനിലോട്ട് നോക്കി ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ടൈം ലാഭിക്കാം, ടൈം സേവ് ചെയ്യാൻ പറ്റും. സോ ആൻസർ എന്താണ്? പ്ലെയറിൻ്റെത് SOD BHU ഓപ്ഷൻ D. സോ ഇതാണ് മെത്തേഡ്. ഓക്കെ, സോ അപ്പം ഈ ഒരു ലിസ്റ്റ്, ഈ ഒരു നമ്പേഴ്സിൻ്റെ ലെറ്റേഴ്സും ആൽഫബറ്റിൻ്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് നമ്മുടെ കയ്യിൽ വേണം. ഒക്കെ എഴുതി വെക്കാം സൈഡിൽ. സോ എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ ഓരോന്നിൻ്റെയും ലെറ്റേഴ്സിൻ്റെ ആൽഫബറ്റ് നമ്പർ എഴുതി നോക്കുക. അതെങ്ങനെയാണ് കോഡിങ് വന്നതെന്ന് അറിയാം. നമുക്ക് ലെറ്റേഴ്സ് തമ്മിലുള്ള കോഡിങ് മനസ്സിലായില്ലെങ്കിൽ നമ്പേഴ്സിൻ്റെ കണക്ഷൻസ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ഒരു എക്സാമ്പിളോട് ചെയ്ത് നോക്കാം. ഫൈൻ, ക്ലിയർ അല്ലേ? സോ മാത്തമാറ്റിക്സ് is written as LBSIDNZUHDR. How is chemistry written in that code language? Okay, fine. വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഫൈൻ. അപ്പം എന്ത് ചെയ്യണം? മാത്തമാറ്റിക്സ്. അപ്പം ഞാനിവിടെ എഴുതുകയാണ് മാത്തമാറ്റിക്സ്. ഓക്കെ, സോ മാത്തമാറ്റിക്സിൻ്റെ കോഡ് എന്താണ്? LBSIDNZUHDR.
DR. ഓക്കെ, സോ ഇവിടെ നമുക്ക് വലിയ കുറേ ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ, വലിയ നേരത്തെ കുറച്ച് ചെറിയ വേർഡായിരുന്നു, അപ്പോൾ വലിയ വേർഡാണ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടോ, അത് കുറേ ടൈം എടുക്കും എന്നുള്ള കാര്യം? ഇല്ല, ടൈം എടുക്കില്ല. സോ അതൊന്ന് കെയർഫുൾ ആയിട്ട് നോക്കുക. അതിപ്പം നമുക്ക് ആ പാറ്റേൺ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പാറ്റേണിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രം മതി. ഫൈൻ, എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സോ ആദ്യം എം എടുക്കാം. എം എന്താണ്? എം 13 അല്ലേ, സോ 13 ആണ്. സോ എല്ലിൻ്റെ നമ്പർ എത്രയാ? 12. എന്താ സംഭവിച്ചത്? 13 12 ആയി, സോ -1. ഓക്കെ, നെക്സ്റ്റ് എ 1 ആണ്, ബി 2 ആണ്. 1 2 ആയി, എന്താണ്? +1 അല്ലേ, സോ അത് -1 ആണെങ്കിൽ എന്താണ്? +1 ആണ് കിട്ടിയത്. ഇനി നെക്സ്റ്റ് T20, എസ് എന്താ? S19 -1. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ എന്താണ് കോഡ് എന്നുള്ള കാര്യം. സോ അടുത്ത് എന്തായിരിക്കണം? +1 ആയിരിക്കണം, ശരിയാണോ? ഓക്കെ, +1 ആയിരിക്കണം, ചെക്ക് ചെയ്യാം. H എന്താ? 8, I എന്താ? 9, കറക്റ്റാണ്. സോ -1 +1 -1 +1. ഓക്കെ, നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം, കാരണം ഇനി എല്ലാം ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, സമയം കളയണ്ട. വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പോവുകയാണെങ്കിൽ -1 +1 -1 +1 -1 +1 -1 ആയിരിക്കും അല്ലേ. ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. I കറക്റ്റ് ആണോ? അവിടെ -1 ആണ് വരുന്നത് നോക്കാം. I 9 ആണ്. 9 -1 8 വരണം. കറക്റ്റ് ആണോ? 8 ആണ്. കറക്റ്റ് ആണ്, 8. സോ ദിസ് ഈസ് ദ കോഡ്. ഓക്കെ, -1 +1 -1 +1. സോ സെയിം കോഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കെമിസ്ട്രി എഴുതി നോക്കുന്നു. ഫൈൻ. സോ കെമിസ്ട്രി CHEMISTRY. ഓക്കെ, ഫൈൻ, കെമിസ്ട്രി. സോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്ഷൻസിലോട്ട് നോക്കിയിട്ട് വേണം, ഓപ്ഷൻസിലോട്ട് കെയർഫുൾ ആയിട്ട് എപ്പോഴും നോക്കിയിട്ട് വേണം ആൻസർ എത്താൻ, എന്നാൽ നമുക്ക് സമയം ലാഭിക്കാം. ഓക്കെ, ആദ്യത്തത് സി. സോ സി എത്രയാ? 3 അല്ലേ, സി 3 ആണ്. സോ ഫസ്റ്റ് വൺ എന്താ? -1 ആണ്, +1 ആണോ? -1 ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം. സോ ആദ്യം -1 ആണ്. സോ ആദ്യം -1 ചെയ്യുന്നു. 3 - 1 is 2. What is 2? 2 is B. ഓക്കെ, അപ്പൊ ആദ്യത്തെ ലെറ്റർ കിട്ടിയല്ലോ. ആദ്യത്തെ ലെറ്റർ എന്താണ്? ബി ആണ്. സോ നമുക്ക് എന്ത് എലിമിനേറ്റ് ചെയ്യാം? എയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. കണ്ടോ, 2 ഓപ്ഷൻസ് ആദ്യത്തെ ലെറ്ററിൽ തന്നെ എലിമിനേറ്റ് ആയി. ഇനി നിങ്ങൾ കെയർഫുൾ ആയിട്ട് നോക്കിയേ, ബിയും സിയും കെയർഫുൾ ആയിട്ട് നോക്കിയാൽ എല്ലാ ലെറ്റേഴ്സും സെയിം ആണ്. BID ഇല്ല, BID HTTX എക്സെപ്റ്റ് 1. എല്ലാ ലെറ്റേഴ്സും സെയിം ആണ് എക്സെപ്റ്റ് 1. ഏത്? എന്നും എല്ലും അല്ലേ. സോ 4ാമത്തെ ലെറ്റർ ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാം എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇത് I ആണ്, കാരണം 2 ഓപ്ഷനേ ഉള്ളൂ അല്ലേ. ഇത് D ആണ്. സോ ഇത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, -1 +1 -1 ആ പാറ്റേൺ മാറിപ്പോകാൻ പാടില്ല. സോ ഇത് +1 ആണ്, ഇത് -1 ആണ്. സോ അടുത്ത് എന്ത് വരണം? +1 വരണം അല്ലേ. എം എന്താ? എം 13 +1 14 എന്താ? N. സോ ഏതാണ് ഓപ്ഷൻ? ബി അല്ലേ. നോക്കിക്കേ, നമ്മൾ ആകെ 2 ലെറ്ററേ യൂസ് ചെയ്ത്, 2 ലെറ്ററിൽ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻസിൻ്റെ അകത്ത് ഒന്ന് കെയർഫുൾ ആയിട്ട് നോക്കി ആൻസറിലോട്ട് പോയാൽ നമുക്ക് എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. അത്ര വലിയൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തെറ്റിദ്ധരിക്കുമെങ്കിലും എളുപ്പത്തിൽ തന്നെ നമുക്ക് ആൻസർ എത്താൻ പറ്റും. ഓക്കെ, ഫൈൻ, കൂൾ. സോ ഇത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ? ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. ഓക്കെ, ഫൈൻ. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫൈൻ. സോ ഇത് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ചോദിച്ചത്. ഇഫ് ദ ഓർഡർ ഓഫ് ദ ലെറ്റേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഈസ് റിവേഴ്സ്ഡ് ആൻഡ് ഈച്ച് ലെറ്റർ റെപ്രസെൻറ്റ് ദ ലെറ്റർ ഹൂസ് പൊസിഷൻ ഇറ്റ് ഓക്യുപ്പൈസ്, ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ലക്നൗ? ചോദ്യത്തിൻ്റെ മീനിങ് എന്താ? if the order of the letters in English alphabet reverse. അപ്പം ഇതിൻ്റെ ഓർഡർ റിവേഴ്സ് ചെയ്തു, അതായത് എ ലാസ്റ്റ് ആയി, ബി സെക്കൻഡ് ലാസ്റ്റ് ആയി. സോ ഇതിൻ്റെ ഓർഡർ റിവേഴ്സ് ചെയ്തു. ഓക്കെ, സോ ആൻഡ് ഈച്ച് ലെറ്റേഴ്സ് റെപ്രസെന്റ് ദ ലെറ്റേഴ്സ് ഹൂസ് പൊസിഷൻ ഇറ്റ് ഓക്യുപ്പൈസ്. ഓക്കെ, നേരത്തെ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന പൊസിഷൻ എന്ത് ചെയ്തു? പുതിയ ലെറ്റർ വെച്ചിട്ട് മാറി, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. സോ ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ലക്നൗ? അപ്പം ലക്നൗ എന്ന് എങ്ങനെയാണ് എഴുതുക എന്നാണ് ചോദ്യം.
സോ ലക്നൗ എങ്ങനെയാണ് എഴുതാന്നാണ് ചോദ്യം. ഓക്കെ, ലക്നൗ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ലെറ്റേഴ്സ് റിവേഴ്സ് ചെയ്യുന്നുണ്ട്, കണ്ടോ? സോ ക്വസ്റ്റ്യനിൽ ലെറ്റേഴ്സ് റിവേഴ്സ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ റിവേഴ്സ് ഓർഡർ എഴുതണം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 15 16 കെയർഫുൾ ആയിട്ട് എഴുതണേ. 18 19 20 21 22 23 24 25 26. ഓക്കെ, ഫൈൻ, 26. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇതിൻ്റെ റിവേഴ്സ് ഓർഡർ എഴുതി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുകയാണ്? ഓരോ ലെറ്ററിൻ്റെയും അതിൻ്റെ ഒറിജിനൽ പൊസിഷനും റിവേഴ്സ് പൊസിഷനും നോക്കുകയാണ്. എൽ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ ഒറിജിനൽ പൊസിഷൻ എത്രയാണ്? എൽ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ ഒറിജിനൽ പൊസിഷൻ 15 ആണ്. ശരിയാണോ? സോറി, 12 ആണ്, 12 ആണ്. 12 ആണ്. സോ 12 റിവേഴ്സ് ഓർഡറിൽ 12 ഇരിക്കുന്ന ലെറ്റർ ഏതാ? റിവേഴ്സ് ഓർഡറിൽ 12 ഇരിക്കുന്ന ലെറ്റർ എന്താണ്? ഓ ആണ്. ഓക്കെ, സോ ഓ ആണ്. ഇനി യു ഫോർവേഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ യുടെ പൊസിഷൻ എന്താ? 21 അല്ലേ? റിവേഴ്സിൽ 21 ഏതാ? റിവേഴ്സിൽ 21 എഫ് ആണ്. ഓക്കെ, സോ അല്ലേ 21 എഫ് ആണ്. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോക്കണം. ഏതാ? എയും ഡിയും പോയി, സോറി എയും ബിയും പോയി അല്ലേ? സോ ഓപ്ഷൻ സി ഓർ ഡി. നോക്കിക്കേ, ബാക്കി എല്ലാ ലെറ്റേഴ്സും സെയിം ആണ് എക്സെപ്റ്റ് ദ ലാസ്റ്റ് വൺ. അപ്പം ലാസ്റ്റ് വൺ മാത്രം നോക്കിയാൽ മതി ഇവിടെ ആൻസർ ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം എന്താണ്? ഒ എഫ് എക്സ് പി എം എൽ ആണ്. സോ ലാസ്റ്റ് ലെറ്റേഴ്സ് ഡബ്ല്യൂയുടെ ഫോർവേഡ് പൊസിഷൻ എന്താ? 23 ആണ് അല്ലേ? 23 ആണ്. റിവേഴ്സ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? 23. റിവേഴ്സിൽ 23 ഈസ് ഡി. സോ ആൻസർ എന്താണ്? ഡിയിൽ എൻഡ് ചെയ്തതാണ് ആൻസർ. സോ ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യാം. ആൻസർ എന്താണ്? ഒ എഫ് എക്സ് പി എം എൽ ഡി. ഓക്കെ, ഈസിയാണ്. ഓക്കെ, ഫൈൻ. സോ അപ്പം ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യം എന്താണ്? ഇംഗ്ലീഷ് ആൽഫബറ്റിക് സീരീസും അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സും. ഓക്കെ, അപ്പം നമുക്കറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഫൈൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് ഇൻ സർട്ടൻ കോഡ് എ ബി സി ഡി ഈസ് റിട്ടൺ ആസ് 24. ഓക്കെ, ഇ എഫ് ജി എച്ച് ഈസ് റിട്ടൺ ആസ് 1680, then how is IJKL written in that code? സോ ഈ വർഷം കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 24ൽ. സോ എന്താണ് എ ബി സി ഡി? എ ബി സി ഡി എന്താണ്? 24 ആണ്. ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അല്ലേ? കാരണം എ ബി സി ഡി 4 ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ 24ൽ 2 ഡിജിറ്റേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഫൈൻ. ഇ എഫ് സി എച്ച് എന്താ? ഇ എഫ് ജി എച്ച് 1680. ഓക്കെ, ഇവിടെയും എന്താണ്? ഇ എഫ് ജി എച്ച് 4 ലെറ്റേഴ്സ് ഉണ്ട്, പക്ഷെ 4 ഡിജിറ്റ് ഉണ്ട് അല്ലേ? ഇനി അടുത്തത് IJKL 4 ലെറ്റേഴ്സ് ആണ്, പക്ഷെ ഓപ്ഷൻസിൽ 4 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് 5 ഡിജിറ്റ് ഉണ്ട്. അപ്പം ഇത് കറക്റ്റ് നമ്പേഴ്സ് അല്ല അല്ലേ? അതേപോലെ അങ്ങോട്ട് എഴുതിയതല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ആൽഫാബറ്റിക് ഓർഡർ നമ്പേഴ്സ് ഒന്ന് എഴുതി നോക്കാം. കറസ്പോണ്ടിങ് നമ്പേഴ്സ് എഴുതി നോക്കാം. ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻ നിങ്ങൾ നമ്പേഴ്സ് ഒന്ന് എഴുതി നോക്കുക. കണക്ഷൻസ് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോൾ 24 ABCD 24, മറ്റേത് വലിയ നമ്പർ. സോ ഒരു കണക്ഷൻ കിട്ടാത്ത പോലെ വരുന്നുണ്ട്, പക്ഷേ നമുക്ക് നേരത്തെ ചെയ്ത പോലത്തെ ലെറ്റേഴ്സ് ടു ലെറ്റേഴ്സ് അല്ല. സോ എന്ത് ചെയ്യാം? നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഫൈൻ. അപ്പം എ എന്താ? ആ ഓർഡറിലാണ് തന്നത്. 1 2 3 4 അല്ല? ABCDFGHIJKL. ഓക്കെ, ഫൈൻ. സോ 5 6 7 8 9 10 11 12. സോ കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്യാം. 1 2 3 4ഉം 24ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? യെസ്. 1 into 2 into 3 into 4 ആണെന്ത്? 24. സോ അത് പെട്ടെന്ന് കിട്ടാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ട്, എന്നാൽ നമുക്കൊന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. 1 2 3 4 തമ്മിൽ 24 തമ്മിലുള്ള കണക്ഷൻസ് ഒന്ന് ആലോചിച്ചാൽ എളുപ്പം കിട്ടും. ഓക്കെ, സോ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് അടുപ്പിച്ച് എഴുതി നോക്കുക. സോ 1 into 2 into 3 into 4 എന്താണ്? 24 ആണ്. അപ്പം ഇതാണ് കോഡ് എന്ന് നമുക്ക് ഡൗട്ടായി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? 5 into 6 into 7 into 8 ചെയ്ത് നോക്കാം. സോ 5 into 6 എന്താ? 6 30 അല്ലേ? 7 8 56. 56 into 3 6 18, ബാക്കി 1 3 5 15 1 16 1680. കറക്റ്റാണ്.
So 5 into 7, 6 into 7 into 8 ആണെന്ത് 1680. സോ നമ്മുടെ ആൻസർ എന്താ 9 into 10 into 11 into 12 ആണ്. 9 into 10 into 11 12 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ഫൈൻ. 9 into 10 into 11 into 12. സോ 10 അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് ലാസ്റ്റ് ഒരു 0 ആഡ് ചെയ്താൽ. ഓക്കെ സോ ഒരു നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, അത് അവിടെ മാറ്റി വെക്കുക, അത് ലാസ്റ്റ് 0 ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ 2ൻ്റെയും 5ൻ്റെയും പെയർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 2 into 5 ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും, നമുക്ക് അത് ലാസ്റ്റ് ചെയ്യാം. ഓക്കെ അപ്പം 10 മാറ്റി വെക്കുന്നു. ബാക്കി 9 into 11 എന്താ 99 അല്ലേ. 99 into 12 ചെയ്യാം. 2 9, 2 into 9 18, 2 into 9 18 plus 1 19. ഓക്കെ 9 9. സോ 8 9 9 18 ബാക്കി 1 9 1 10 1 11. സോ ഫൈനലി എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക, ഈ 10ൻ്റെ സീറോസ് അവിടെ ഇട്ട് കൊടുക്കുക. 11880. ഓക്കെ സോ ഏതാണ് ഓപ്ഷൻ എ 11880. ഫൈൻ, ഈസിയാണ്. ഓക്കെ സോ അതപ്പം ഒറ്റ നോട്ടത്തിൽ നമുക്കത് ഒരു ന്യൂ എന്താണ് പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും നമുക്ക് ആ കറസ്പോണ്ടിങ് നമ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ കണക്ഷൻസ് കിട്ടും, ആൻസർ എത്താൻ പറ്റും. ഓക്കെ സോ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ ഫൈൻ. എന്നിരുന്നാലും ഇതൊരു എന്തല്ല എൻ്റയർലി ഡിഫറെൻ്റ് അല്ല. സോ നമുക്ക് ഈസി ആയിട്ട് ആൻസർ എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. A military code writes system as SysMet and nearer as AENRER. Using the same code, fraction can be written as. Okay, fine. So, okay, fine. ഈ ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തേ, കോഡും വേർഡും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തേ. അപ്പം ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കെന്ത് മനസ്സിലാവും, സിസ്റ്റത്തിൻ്റെ അകത്തുള്ള എല്ലാ ലെറ്റേഴ്സും എവിടെ ഉണ്ട്, അതിൻ്റെ കോഡിൻ്റെ അകത്തുണ്ട് ഇല്ലേ. SYSTEM ഉണ്ട്. നിയറിൻ്റെ അകത്തുള്ള എല്ലാ ലെറ്റേഴ്സും എവിടെ ഉണ്ട്, കോഡിൻ്റെ അകത്തില്ലേ. AENRER. ഫ്രാക്ഷൻ്റെ അകത്തുള്ള എല്ലാ ലെറ്റേഴ്സും ഓപ്ഷനിലില്ലേ. യെസ് ഉണ്ട്. ഓക്കെ സോ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻ, അതായത് വേർഡിൻ്റെ അകത്തുള്ള എല്ലാ ലെറ്റേഴ്സും കോഡിൻ്റെ അകത്തുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് വെച്ചല്ല സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ നമുക്ക് നേരത്തെ ചെയ്ത് നമുക്ക് നോക്കാം. നോക്കിക്കേ, മാത്തമാറ്റിക്സിൻ്റെ എല്ലാ ലെറ്റേഴ്സും അതിന് കോഡിലുണ്ടോ? ഇല്ല. കെമിസ്ട്രിയുടെ എല്ലാ ലെറ്റേഴ്സും ഓപ്ഷനിലുണ്ടോ? ഇല്ല അല്ലേ. ഇവിടെ സീറോയുടെ എല്ലാ ലെറ്റേഴ്സും ഒന്നോ രണ്ടോ ലെറ്റേഴ്സ് അവിടെ ഒക്കെ വരുന്നല്ലാതെ എല്ലാം അതേപോലെ വരുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവിടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് സെയിം ആണ്. സീറോയുടെ ലെറ്റേഴ്സും നമ്പർ ഓഫ് ലെറ്റേഴ്സും CHUR കോഡിന്റെ നമ്പർ ഓഫ് ലെറ്റേഴ്സും സെയിം ആണ്. പ്ലെയറിന്റെ സെയിം നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണ് അല്ലെ. പെയറിൽ 5 ലെറ്റേഴ്സ് ഉണ്ട്, ഓപ്ഷൻസിൻ്റെ അകത്തും 5 ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ട മാർഗം. ഓക്കെ സെയിം വരാനും പാടില്ല, നമ്പർ ഓഫ് ലെറ്റേഴ്സ് സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽഫബറ്റ് സീരീസിന്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് വെച്ച് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ സെയിം ലെറ്റേഴ്സ് തന്നെയാണ് വരുന്നതെങ്കിൽ അവിടെ നടന്നിരിക്കുന്നത് കൈൻഡ് ഓഫ് ഷഫ്ലിംഗ് ആണ്. ഓക്കെ അപ്പം ഈ ഷഫ്ലിംഗ് എങ്ങനെയെന്ന് കണ്ടുപിടിച്ചാൽ ആൻസറായി. ഓക്കെ സോ എങ്ങനെയാണ് അവർ ഷഫിൾ ചെയ്ത് കണ്ടുപിടിച്ചാൽ ആൻസറായി. സോ നമുക്ക് നോക്കാം. അപ്പം സിസ്റ്റം SYSTEM എന്തായിട്ട് മാറുകയാണ്? SYSMET ആയിട്ട് മാറുകയാണ്. ആൻഡ് നിയറർ എന്തായിട്ട് മാറുകയാണ്? AENRER ആയിട്ട് മാറുകയാണ്. ഓക്കെ സോ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. എന്താണ് സംഭവിച്ചത്? ഇവിടെ സെൻറ്ററിൽ ഒരു മിറർ വെച്ചതുപോലെയായി അല്ലേ. TEM എന്തായിട്ട് മാറി? MET ആയിട്ട് മാറി. ഒരു മിറർ ഇമേജ് അതല്ലേ സംഭവിച്ചത്? അത് തന്നെയല്ലേ ഇവിടെയും സംഭവിച്ചത്. NEA എന്താണ്? AEN ആയിട്ട് മാറി. ഓക്കെ സോ SYS ഇവിടെ മാറുന്നുണ്ടോ? ഇവിടെ മാറിയില്ല അല്ലേ. ഇവിടെയോ RER മാറുന്നുണ്ടോ? മാറിയില്ല. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രോബ്ലം? SYS മാറിയില്ല എന്നാണ് നമ്മുടെ കൺക്ലൂഷൻ. ഓക്കെ അപ്പം ഇവിടെ സെക്കൻഡ് ഹാഫ് മാറി, ഇവിടെ ഫസ്റ്റ് ഹാഫ് മാറി. അപ്പം ഫ്രാക്ഷനിൽ നിങ്ങൾ എന്ത് മാറ്റും? ഫസ്റ്റ് ഹാഫ് മാറ്റുമോ സെക്കൻഡ് ഹാഫ് മാറ്റുമോ?
ഓക്കെ, കൺഫ്യൂഷൻ വന്നില്ലേ? സോ ഒന്നുകൂടി ഒന്ന് കെയർഫുൾ ആയിട്ട് നോക്കിക്കേ. SYS മാറിയില്ല, ഫസ്റ്റ് 3 ലെറ്റർ മാറിയില്ല. ഇവിടെ ഫസ്റ്റ് 3 ലെറ്റർ മാറി, അങ്ങനെ ഒരിക്കലും വരികയില്ല. ഇവിടെ ഫസ്റ്റ് ലെറ്റർ മാറിയില്ലെങ്കിൽ അവിടെയും ഫസ്റ്റ് 3 ലെറ്റർ മാറുകയാണ്. ഓക്കെ, സോ അതിന്റെ മീനിങ് എന്താ? ഇവിടെ എന്തോ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ട്വിസ്റ്റ് അതിൻ്റെ അകത്തുണ്ട്. എന്താണ് ആ ട്വിസ്റ്റ്? SYS മാറുന്നുണ്ട്. എന്തുകൊണ്ട് മാറുന്നുണ്ട് എന്ന് ചോദിച്ചാൽ, SYS ഒരു സിമെട്രി ആയിട്ടുള്ള ഒരു വേർഡാണ് അല്ലേ? ഓക്കെ, സോ ഇത് ഒന്നാമത്തെ എസും ഇത് രണ്ടാമത്തെ എസും ആണെന്ന് സങ്കല്പിക്കുക. ഇത് തിരിച്ചിട്ടാൽ എന്താ സംഭവിക്കുക? ഇത് രണ്ടാമത്തെ എസും ഇത് ഒന്നാമത്തെ എസും ആണ്. സോ മിറർ നോക്കിയാലും SYS തന്നെയായിരിക്കും. പക്ഷേ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നാമത്തെ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് മാറിയത് കൊണ്ട് അവിടെയും മാറുന്നുണ്ട്. അതേപോലെ 6 എന്ത് സംഭവിക്കുന്നുണ്ട്? മാറുന്നുണ്ട്. സോ ഇവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് വരിക. ഓക്കെ, സോ 1 2 ആണെങ്കിൽ ഇത് 2 1 ആണ്. സോ അതെന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. സിമെട്രി ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. സോ നമ്മുടെ ഫ്രാക്ഷൻ എന്ത് ചെയ്യണം? ഏത് സെറ്റ് മാറ്റണം? 2 സെറ്റ് മാറ്റണം. ഓക്കെ, കാരണം എന്താണ്? അവിടെ സിമെട്രി ആയതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രശ്നം മാത്രമാണ്. സോ 2 സെറ്റും മാറുന്നുണ്ട്. സെൻട്രൽ നിന്ന് 2 സെറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മിറർ ഇമേജ് ആവുന്നുണ്ട്. സോ ഫ്രാക്ഷൻ ആക്ച്വലി മിറർ ഇമേജ് അല്ല, ലെറ്റേഴ്സ് മാറുന്ന ഒരു രീതി പറഞ്ഞതെന്ന് മാത്രം. ഓക്കെ, സോ ഫ്രാക്ഷൻ എന്താണ്? CARF TION എന്ത് വരും? NOIT. ഓക്കെ, ഫൈൻ. സോ ഏതാ ഓപ്ഷൻ? CARF NOIT. CARF NOIT ഓപ്ഷൻ ഡി. ഓക്കെ, ഫൈൻ. CARF NOIT ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം മേ ബി നിങ്ങൾ ആ കെയർഫുൾ ആയിട്ട് ചെയ്തില്ലെങ്കിൽ ആ SYS മാറുന്നില്ല എന്നുള്ളൊരു അസംഷനിൽ പോയാൽ ആൻസർ തെറ്റും. ഓക്കെ, ആ ഒരു പ്രോബ്ലം മാത്രം. ഫൈൻ, കൂൾ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു ഇതുപോലെയുള്ള സിമിലർ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024-78. ഓക്കെ, സോ ഇൻ certain code, port is written as a top and trap is written as a part. Then how is arena written in that code language? Okay, fine. So എന്താണ്? port is written as a top, trap is written as a part. So arena written in that code. Fine. ഇവിടെ നമുക്ക് നോക്കാം. port എന്തായിട്ട് മാറി, port എന്തായിട്ട് മാറി, a top എന്നായിട്ട് മാറി. ഓക്കെ, ഫൈൻ. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ പോർട്ട് ഒന്ന് തിരിച്ചിട്ടു അല്ലേ? പോർട്ട് ഒന്ന് തിരിച്ചിട്ടു, TOP. സോ പോർട്ട് എന്തായിട്ട് മാറി? പോർട്ട് എന്തായിട്ട് മാറി? TOP എന്നായിട്ട് മാറി. ഓക്കെ, തിരിച്ചിട്ടു. ഫൈൻ. എന്നിട്ട് ഒരു A എക്സ്ട്രാ വന്നു. പോർട്ട് തിരിച്ചിട്ടു, ഒരു A എക്സ്ട്രാ വന്നു. അത് തന്നെയാണോ ട്രാപ്പിലും സംഭവിച്ചത്? ഓക്കെ, ട്രാപ്പ് എന്ത് ചെയ്യണം? തിരിച്ചിടണം. PART ആൻഡ് ഒരു A എക്സ്ട്രാ വരണം. കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. ഓക്കെ, സോ ട്രാപ്പ് തിരിച്ചിട്ടു, ഒരു A എക്സ്ട്രാ ആകണം. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അറീന തിരിച്ചിടണം, എന്നിട്ട് ഒരു A എക്സ്ട്രാ കൊടുക്കണം. ഓക്കെ, ഫൈൻ. സോ അറീന തിരിച്ചിടുന്നു. ANERA എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു A എക്സ്ട്രാ കൊടുക്കുന്നു. ഫൈൻ. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, എന്ത് വരും? AANERA. ഓക്കെ, ഫൈൻ. AENERA. ഓക്കെ, AENERA. ഓക്കെ, ഫൈൻ. കറക്റ്റ് ആൻസർ. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്? ലെറ്റേഴ്സിൻ്റെ അകത്തുള്ള എല്ലാ ലെറ്റേഴ്സും, വേർഡിൻ്റെ അകത്തുള്ള എല്ലാ ലെറ്റേഴ്സും അവിടെ ഉണ്ട്, കോഡിലുണ്ട്. അവിടെ എന്താണ്? ഒരു ഷഫ്ലിംഗ് ആണ് നടന്നത്. സോ ഈ ഷഫ്ലിംഗ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് ആൻസർ എത്താം. ഓക്കെ, സോ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ, കോഡിങ് ഡീകോഡിങ്ങിൻ്റെ അകത്തുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പിലോട്ട് പോവാം. ഫൈൻ. ഓക്കെ, സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വേർഡ് കോഡിംഗ് ആണ്. ഓക്കെ, എന്താണ്? വേർഡ് കോഡിംഗ് ആണ്. ഫൈൻ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കെയർഫുൾ ആയിട്ട് നോക്കാം. ഇൻ certain code language, pitna so means bring me water. Pitna so means bring me water. Na jo toad means water is life. Tap or pit means give me toy. Jo lin coat means life and death.
Okay, which of the following represent is in that language? Okay, fine, നമുക്ക് നോക്കാം. So ആദ്യത്തേത് pitna so means bring me water. So pitna so means bring me water. Na jo toad means water is life. Okay, so ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് എവിടെയാണെന്ന് നോക്കാം. is. Okay, is ഈ 4 സ്റ്റേറ്റ്മെന്റിൽ എവിടെയാണുള്ളത്? ഇവിടെയാണുള്ളത്. വാട്ടർ ഈസ് ലൈഫിലാണ് എന്ത് വരുന്നത്? ഈസ് വരുന്നത്. ഓക്കെ, വാട്ടർ ഈസ് ലൈഫിലാണ് എന്ത് വരുന്നത്? ഈസ് വരുന്നത്. ഓക്കെ, ഫൈൻ. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? നാ ജോഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലാണ് ഈസ് വരുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? നാ ജോ ടോഡ്. ഓക്കെ, ഈ 3 വേർഡിൽ ഏതോ ഒരെണ്ണാണ് എന്ത്? ഈസ്. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പാടില്ല? ജോ ആണ് ഈസ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പാടില്ല. ജോ ആണ് ഈസ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? സോ നമ്മൾ ഒരു മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഗിവ് മീ ടോയ്, ഈ ഒരു സെന്റൻസ് ഒന്ന് മലയാളത്തിലോട്ടൊന്ന് മാറ്റി നോക്കിയേ. ഗിവ് മീ ടോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ടോയ്, ഒരു കളിപ്പാട്ടം അല്ലെ? സോ കളിപ്പാട്ടം തരും. ഓക്കെ, എനിക്ക് കളിപ്പാട്ടം തരൂ എന്നാണ് ഗിവ് മീ ടോയുടെ മീനിങ്. നോക്കിക്കേ, ഗിവ് മീ ടോയ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? ഗിവ് മീ ടോയ്. ഓക്കെ, ഗിവ് മീ ടോയ്. സോ ഇവിടെ ഗിവിന് പകരം എന്താണ്? എനിക്ക്. മീ എന്താണ്? കളിപ്പാട്ടം. കണ്ടോ നമുക്ക് ആ ഇംഗ്ലീഷ് വേർഡിന്റെ കറസ്പോണ്ടിങ് അതേപോലെ നമുക്ക് മലയാളം വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, സോ അതേപോലെ നമ്മൾ ഇവിടെയും അത് എന്താണ് പിന്നെ ആപ്ലിക്കബിൾ ആണ്. വേറൊരു ലാംഗ്വേജിൽ നിന്ന് വേറൊരു ലാംഗ്വേജിലോട്ട് മാറ്റുമ്പോൾ വേർഡ് ബൈ വേർഡ് എന്ത് വരണം എന്നില്ല, ഈ ഒരു ആൻസർ വരണം എന്നില്ല. സോ ഈസ് എന്താണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാൻ പാടില്ല, ജോ ആണെന്ന് അസ്യൂം ചെയ്യാൻ പാടില്ല. ഈസ് എന്താവാം? ജോ ആവാം. ഓക്കെ, ജോ ആവാം, മേ ബി ജോ ആവാം. സോ ഒന്നുകിൽ നാ അല്ലെങ്കിൽ ജോ അല്ലെങ്കിൽ ടോഡ്, ഇതിൽ 3 ഏതെങ്കിലും ഒരെണ്ണാണ് ആൻസർ. സോ നമുക്ക് എന്ത് എലിമിനേറ്റ് ചെയ്യാം? ഓക്കെ, ലിൻ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ലിൻ എലിമിനേറ്റ് ചെയ്യാം. സോ ഒന്നുകിൽ നാ അല്ലെങ്കിൽ ജോ അല്ലെങ്കിൽ ടോഡ്, ഇതിൽ 3 ഏതെങ്കിലും ഒരെണ്ണാണ് എന്ത് വരുന്നത്? ആൻസർ വരുന്നത്. ഓക്കെ, സോ ഫൈൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സോ ഈസ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുകയില്ല. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ വാട്ടർ എന്താണ്, ലൈഫ് എന്താണ് എന്ന് കണ്ടുപിടിക്കലാണ് അടുത്ത മാർഗം. ഓക്കെ, വാട്ടർ എന്താണ്, ലൈഫ് എന്താണെന്ന് കണ്ടുപിടിക്കലാണ്. സോ വാട്ടർ എവിടെയൊക്കെ വരുന്നുണ്ട്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ വരുന്നുണ്ട്, രണ്ടാമത്തതിലും വരുന്നുണ്ട്. 2 സ്ഥലത്ത് വാട്ടർ വരുന്നുണ്ട്. ശരിയല്ലേ? ഓക്കെ, ഫൈൻ. സോ ആ 2 സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കുക. പിറ്റ് നാ സോം നാ ജോ ടോഡ്. അവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏതാണ്? നായാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നാ ഇവിടെ വാട്ടർ ആണെന്ന് കാണാം, നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നാ എന്താണ്? വാട്ടർ ആണ്, എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇനി അപ്പൊ നാ വാട്ടർ ആണെന്ന് കിട്ടി, എലിമിനേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ലൈഫ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഫൈൻ. ലൈഫ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ലൈഫ്. ഓക്കെ, സോ നാ ജോ ടോഡ് ആൻഡ് ജോ ലിൻകോട്ട്. അപ്പം ആ 2 സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ? 2 ഉം 4 എടുക്കുക. അവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് വാട്ടർ ഈസ് ലൈഫ്, ലൈഫ് ആൻഡ് ഡെത്ത്. ലൈഫ് മാത്രമല്ലേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അതിന്റെ കറസ്പോണ്ടിങ് കോഡിന്റെ അകത്ത് എന്താ റിപ്പീറ്റ് ചെയ്യുന്നത്? നാ ജോ ടോഡ് ജോ ലിൻകോട്ട്. ജോയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെ? സോ ജോയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ജോ എന്താണ്? ലൈഫാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. സോ ആൻസർ എന്താണ്? സി, ടോഡ്. ഓക്കെ, ആൻസർ എന്താണ്? സി, ടോഡ്. ബാക്കി 3 നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. ഇങ്ങനെ വേണം ഈ വേർഡ് കോഡിൻ്റെ അകത്ത് നമ്മൾ ആൻസർ ചെയ്യാം. ഇതും ഒരു പോസിബിൾ എന്താണ് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കോഡിങ് ഡീകോഡിൻ്റെ അകത്ത്. ഓക്കെ, ഫൈൻ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. അപ്പം ഇത് ഇതേപോലെ എലിമിനേറ്റ് ചെയ്ത് വേണം നമ്മൾ ആൻസർ എത്താം. ഓക്കെ, ഒരു എക്സാമ്പിളോട് നോക്കാം. സെയിം ടൈപ്പ്. In a certain code 256 means, okay, 256 means red color chalk. Okay, red color chalk. 589 means
green color flower. Okay, so മൂന്നാമത്തത് 254 means white color chalk. Okay, so 256 means red color chalk, 589 means green color flower, and 254 means white color chalk. Okay. Okay, so ചോദ്യം the digit in the code that indicate white is. Okay, white എന്താണെന്നാണ് ചോദ്യം. Fine, white എന്താണെന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, വൈറ്റ് എവിടെയാണെന്ന് നോക്കുന്നു അല്ലേ. വൈറ്റ് ലാസ്റ്റ് ആണ് വരുന്നത്. വേറെ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ? വേറെ എവിടെയും വൈറ്റ് ഇല്ല. സോ 254 ഈ മൂന്നിൽ ഏതോ ഒരു ഡിജിറ്റ് ആണെന്ത് നമ്മുടെ ആൻസർ 254. സോ നമുക്ക് എന്ത് എലിമിനേറ്റ് ചെയ്യാം? 8 എലിമിനേറ്റ് ചെയ്യാം. 254 ആണ് ആൻസർ, അതുകൊണ്ട് 8 എലിമിനേറ്റ് ചെയ്തു. ഇനി എന്ത് കണ്ടുപിടിക്കണം? വൈറ്റ് വേറെ എവിടെ ഇല്ല. സോ നമ്മൾ കളറും ചോക്കും എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? കളർ ആദ്യം കളർ എടുക്കുന്നു. കളർ ഇവിടെ 3 സ്ഥലത്തുണ്ട്. സോ 3 സ്ഥലത്തും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏതാ നോക്ക്, ഡിജിറ്റ് ഏതാ നോക്ക്. ഓക്കെ, ഫൈൻ. ഏതാണ്? 5. ഓക്കെ, സോ 5 ആണ്. 3ലും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് 5 ആണ്. സോ 5 എന്താണ്? 5 എന്താണ്? കളറാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, 5 എന്താണ്? കളറാണ്. എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ചോക്ക് കണ്ടുപിടിക്കാം. ചോക്ക് എവിടെയൊക്കെ ഉണ്ട്? 1ലുണ്ട്, പിന്നെ 3ലുണ്ട് അല്ലേ. സോ 1ലുണ്ട്, ഇവിടെ 3ലുണ്ട്. 1ലും 3ലും ചോക്ക് ഉണ്ട്. സോ 1ലും 3ലും ഉള്ള റിപ്പീറ്റ് ചെയ്തിരുന്ന ഏതൊക്കെയാണ്? സോ ഓൾറെഡി 5 വരുന്നുണ്ട്. 5 എന്താണ് നമുക്കറിയാം? 5 കളറാണെന്ന് അറിയാം. ബാക്കി എന്താണ്? 2. ഓക്കെ, സോ 2 ആണ്. പിന്നെ റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് ചോക്ക് എന്താണ്? 2 ആണ്. സോ 2 നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ 3 എലിമിനേറ്റ് ചെയ്തു. ഇപ്പം ബാക്കി ആൻസർ എന്തായിരിക്കും? B4. ഓക്കെ, ഫൈൻ. സോ അപ്പോൾ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വേണം നമ്മൾ സോൾവ് ചെയ്യാൻ, എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ ആൻസർ എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്ന രീതിയിൽ ഫ്രെയിം ചെയ്യാറില്ല. അപ്പം നമുക്ക് ഏതാണോ എലിമിനേറ്റ് ചെയ്ത ആൻസറിൽ എത്തുന്നത് അതായിരിക്കും ആൻസർ. ഓക്കെ, സോ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഫൈൻ, കൂൾ. അപ്പം നമ്മൾ ഏത് പഠിച്ചു? ഡയറക്റ്റ് ആയിട്ട് ആൽഫബറ്റിക് സീരീസിൽ നിന്ന് നമ്പേഴ്സിലോട്ട് ആക്കുന്നത് ടൈപ്പ് പഠിച്ചു. പിന്നെ ഷഫിൾ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിച്ചു. വേർഡ് കോഡിങ് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൈപ്പിലോട്ട് പോവാം. ഓക്കെ, കോഡിങ് ഡീകോഡിങ് സാധാരണ ചോദിക്കുന്ന നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഫൈൻ. സോ ഇതാണ് ഇൻ ദ സീരീസ്. ഒരു സീരീസ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. Fill in the 6 blanks using one of the following given 4 choices such that the series follows a specific order. Okay, അപ്പം ഈ സീരീസിൻ്റെ അകത്ത് ഓപ്ഷനിൽ ഇരിക്കുന്ന ഇതൊക്കെ ഫില്ല് ചെയ്താൽ ഇതൊരു സ്പെസിഫിക് ഓർഡറിൽ ഫോളോ ചെയ്യും. അത് ഏത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഫൈൻ. സോ നമുക്ക് നോക്കാം. ഇവിടെ ചെയ്യേണ്ട കാര്യം, ഈ ഒരു സീരീസ് നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, സോറി, dash b dash a dash b a dash b dash a b dash a a b. ഓക്കെ, ഇതെന്ത് ചെയ്യാം? ഇത് 4 തവണ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു വേർഡ്, ആ ഒരു പിന്നെ സീരീസ് ഓഫ് ലെറ്റേഴ്സ് 4 തവണ റിപ്പീറ്റ് ചെയ്യാം. കുറച്ചൊന്ന് ടൈം കൺസ്യൂം ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ഷുവർ ആയിട്ട് എത്താൻ പറ്റും. ഓക്കെ, ഫൈൻ, നോക്കാം. ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നുണ്ട്.
ഓക്കെ, സോ 4 തവണ റിപ്പീറ്റ് എഴുതി. ഇനി ചെയ്യേണ്ട കാര്യം ഓപ്ഷൻസ് ഓരോന്നായിട്ട് ഓരോന്നിൽ ഫില്ല് ചെയ്യാം. അതായത് ഒന്നാമത്തതിൻ്റെ അകത്ത് എന്ത് ഫില്ല് ചെയ്യാം? ഓപ്ഷൻ എ ഫില്ല് ചെയ്യാം. ഓക്കെ, സോ എന്ത് വരും? സോ ബി എ സോ ഇതിൽ ഓപ്ഷൻ ബി ഫില്ല് ചെയ്യാം. ബി എ പി ബി എ സി ബി ബി എ പി ബി ഡി. സോ എ ബി ഓക്കെ, ഫൈൻ. സോ നമ്മൾ എന്ത് ചെയ്തു? ഓപ്ഷൻസിൻ്റെ അകത്തുനിന്ന് ഓരോന്നായിട്ട് ഫില്ല് ചെയ്തു. ഇനി ചെയ്യേണ്ട കാര്യം ഇവിടെ ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കാം. ഇവിടെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 2, 4, 6, 8, 10, 15, 18 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? സോ 18 ലെറ്റേഴ്സിന് നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം? അതായത് നമുക്ക് ഇതിനെ കുറച്ച് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ആക്കി മാറ്റണം. അപ്പം നമുക്ക് എല്ലാ സെറ്റിലും സെയിം നമ്പേഴ്സ് ആയിരിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം 80സിൻ്റെ ഫാക്ടേഴ്സ് എഴുതുക. 80സിൻ്റെ ഫാക്ടേഴ്സ് നോക്കിയാണ്. എന്താണ് ഫാക്ടേഴ്സ്? 80സിന് ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതാണ് ഫാക്ടേഴ്സ്. അപ്പോൾ എന്ത് വരും? 1 വരും, 2 വരും അല്ലേ? സോ 3 വരും. സോ 1 × 18 ആണ്. 1 8 വരും, 18 വരും, 2 9, 3 6. ഓക്കെ, ഫൈൻ. അപ്പം ഇത്രയും നമ്പേഴ്സ് എന്താണ്? 80സിൻ്റെ ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെയാണ്? 1 2 3 6 9 18. ഓക്കെ, ഇതിൽ എക്സ്ട്രീമെൻ്റ് ഒഴിവാക്കാം നമുക്ക്. ഓക്കെ, എക്സ്ട്രീമെൻ്റ് ഞാൻ അവിടെ ഒഴിവാക്കുന്നു. എന്നിട്ട് ഈ ഒരു മിഡിലിരിക്കുന്ന നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യും. ഏത് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. മേ ബി ചിലത് ചൂസ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടിയില്ല, അപ്പം രണ്ടാമത് ചൂസ് ചെയ്യേണ്ടി വരും. ഫൈൻ. എന്നിരുന്നാലും നോർമലി രണ്ടിൽ ഏതെങ്കിലും ചൂസ് ചെയ്താൽ ആൻസർ കിട്ടും. ഏറ്റവും സേഫ്, ഏറ്റവും വലിയ, ആ കൂട്ടത്തിൽ വലിയ നമ്പർ ചൂസ് ചെയ്യുന്നതാണ്. അപ്പം 3 6 സെൻട്രലിൽ ഇരിക്കുന്ന 2 നമ്പേഴ്സാണ്. അതിൽ ഏറ്റവും വലിയ നമ്പറായ 6 ഞാൻ ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സീരീസ് ഓഫ് നമ്പറിനെ 6 ലെറ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നു. സോ 1 2. ഓക്കെ, സോ 3 3 6 ഫസ്റ്റ് ഗ്രൂപ്പ്, 3 3 6. ഓക്കെ, സോ 3 3 6 3 3 6. സോ 3 3 6 3 3 6. സോറി, ഓക്കെ, ഫൈൻ. ക്ലിയർ ആണോ? ഇനി ചെയ്യാൻ പോകുന്ന കാര്യം, ഓക്കെ, നിങ്ങൾ ഓരോ ഗ്രൂപ്പിലെയും ആ ലെറ്റേഴ്സ് മനസ്സിലൊന്ന് മെല്ലെ പറഞ്ഞു നോക്കുക. ഓക്കെ, ഫൈൻ. സോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു പാറ്റേൺ കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു ഫ്ലോ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ആൻസർ. ഫോർ എക്സാമ്പിൾ ഓപ്ഷൻ എ ഒന്ന് പറഞ്ഞു നോക്കാം. BB AA BB AA BB AB. ഓക്കെ, ഫൈൻ. ഇവിടെ നല്ല ഫ്ലോ ഉണ്ടായിരുന്നു അല്ലേ? BB AA BB AA BB AA ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു, ശരിയല്ലേ? എ ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. AB AA AB. സോ ഇവിടുത്തെ ഒരു ഫ്ലോ ഇവിടെ ഇല്ല, വേറെ പാറ്റേൺ പോലെയാണ്. സോ നമുക്ക് ആ ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്? പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അല്ലേ? സോ മിസ്സായി പോകുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വെക്കാം. അത് ആൻസർ ആവാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, രണ്ടാമത്തത് BB AA AB AB BB AB. ഓക്കെ, AB BB AB ഒക്കെ ആയിരുന്നു, AB BB AB ഒക്കെ ആയിരുന്നു. പക്ഷെ BA AA BB ഇവിടെ ഫ്ലോ പോയി, ഇവിടെ ആ ഫ്ലോ പോയി അല്ലേ? സോ ഇതും ആൻസർ വരാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, അടുത്ത സെറ്റ് BB BA AB AA BB AB AB BA AB. സോ ഫൈൻ. ഇവിടെ ആ ഫ്ലോ പോയി. മൊത്തത്തിൽ എന്താണ്? ഒരു ഫ്ലോ ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് അല്ലേ? സോ മൊത്തത്തിൽ പ്രശ്നമുണ്ട്. സോ ആൻസർ വരാൻ ചാൻസ് കുറവാണ്. ഇനി അടുത്തത് AB ABB AAB ABB AAB ABB AAB. കണ്ടോ? നാലാമത്തത് ഞാൻ പറയുമ്പോൾ ഒരു ഫ്ലോ കിട്ടുന്നില്ലേ? ABB AAB ABB AAB ABB AAB. സോ ഇങ്ങനെ ഒരു ഫ്ലോ വന്നോ, അതായിരിക്കും ആൻസർ. ഓക്കെ, സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. കാരണം നാലാമത്തെ ഓപ്ഷൻ പറയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു ഫ്ലോ കിട്ടുന്നത്. ഓക്കെ, സോ ഒന്നുകൂടിയും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന സീരീസ് നമ്മൾ 4 വട്ടം എഴുതുന്നു. അതിനുശേഷം ഓപ്ഷൻസ് ABCD ഓരോന്നായിട്ട് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം അതിനെ
ഗ്രൂപ്പാക്കി തിരിക്കുമ്പോൾ എല്ലാ ഗ്രൂപ്പിലും സെയിം നമ്പർ ആയിരിക്കണം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫാക്ടേഴ്സ് യൂസ് ചെയ്യാം, നമ്പേഴ്സിൻ്റെ ടോട്ടൽ നമ്പേഴ്സിൻ്റെ. അതിനുശേഷം നമ്മളൊരു ഫ്ലോയിൽ ഇതിങ്ങനെ പറഞ്ഞു നോക്കുന്നു. ഓക്കെ, സോ പറഞ്ഞു നോക്കുമ്പോൾ എവിടെയാണോ കറക്റ്റ് ഫ്ലോ ഉള്ളത് അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ആണോ? ഓക്കെ, സോ ഇതാണ് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. നന്നായിട്ട് പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. ചില വർഷങ്ങൾ കാണാറില്ല, എന്നാലും ചോദിക്കുമ്പോൾ കോഡിംഗ് എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഫൈൻ. സോ ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലെത്താൻ പറ്റും. ഫൈൻ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. Okay, fine. So, next type of questions. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സ്, ഈ ലെറ്റേഴ്സിൻ്റെ അകത്ത് എന്തെങ്കിലും രീതിയിൽ ചേഞ്ചസ് വരുത്താൻ പറയും. ഓക്കെ, അപ്പോൾ കെയർഫുൾ ആയിട്ട് വായിക്കുക, എന്താണോ ആ ചേഞ്ചസ് വരുത്തേണ്ടത് അത് വരുത്തുക, അതിനുശേഷം ആൻസറിലോട്ട് എത്തുക. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് കോഡിംഗ് ഡീകോഡിംഗിലെ അനദർ ടൈപ്പ്. ചോദ്യം, ഇമേജസ് ഓഫ് കൺസണൻസ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ് ബ്രാക്കറ്റിൽ ക്യാപിറ്റൽസ് ആർ ഒബ്സർവ്ഡ് ഇൻ എ മിറർ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇമേജസ് ഓഫ് ദീസ് വിച്ച് ഡു നോട്ട് ലുക്ക് ലൈക്ക് ദർ ഒറിജിനൽ ഷേപ്പ്? അപ്പം ഇംഗ്ലീഷ്, സോ ഇമേജസ് ഓഫ് എ കൺസണൻസ് ഓഫ് എ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പം ഇംഗ്ലീഷ് ആൽഫബറ്റിലെ കൺസണൻസ്, സോ കൺസണൻസ് എന്താണ്? വൊവൽസ് അല്ലാത്ത ബാക്കിയെല്ലാം അല്ലെ. സോ വൊവൽസ് അല്ലാത്ത എല്ലാ ലെറ്റേഴ്സ്, സോ വൊവൽസ് എടുക്കാൻ പാടില്ല, ഒന്നാമത്തെ റൂളാണ്. പിന്നെന്താണ്? ക്യാപിറ്റൽസിലാണ് എഴുതുന്നത്, സോ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം. ആർ ഒബ്സർവ്ഡ് ഇൻ എ മിറർ, നമ്മളൊരു മിററിൽ നോക്കുന്നു. ഓക്കെ, സോ ക്യാപിറ്റൽ ലെറ്റർ ഒരു മിററിൽ നോക്കുകയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇമേജസ് ഓഫ് ദീസ് വിച്ച് ഡു നോട്ട് ലുക്ക് ലൈക്ക് ദ ഒറിജിനൽ ഷേപ്പ്? അപ്പം ഒറിജിനൽ ഷേപ്പ് അല്ലാത്തത് എന്ത് എന്നാണ് ചോദ്യം. ഫോർ എക്സാമ്പിൾ, ഓ നമ്മൾ മിറർ എടുത്തു കഴിഞ്ഞാൽ ഓ തന്നെയല്ലേ, സോ ഓ എടുക്കാൻ പാടില്ല, ഓവലാണ്. സോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. സോ ഇതാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഓ കൗണ്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം മിററിൽ നോക്കുമ്പം അതേപോലെ ആയിരിക്കും. അപ്പം ഇവിടെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ മിറർ ഇമേജ് എടുക്കാം. ഒന്ന് താഴെ വെക്കാം ഇമേജ് അല്ലേ, സോ ഇങ്ങനെ വരും. സോ മിറർ ഇമേജ് ഇങ്ങനെയാണെങ്കിലോ ഇങ്ങനെ വരും. സോ ആക്ച്വലി ഇത് നമുക്ക് മിറർ ഇമേജ് എന്ന് പറയാൻ പറ്റില്ല. ഇതെന്താണ്, നമുക്ക് താഴെ വെള്ളത്തിലോ കാണുന്ന റിഫ്ലക്ഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതെടുക്കാം. ഓക്കെ, താഴെയാണ് മിറർ വെക്കുന്നതെങ്കിൽ റിഫ്ലക്ഷൻ അല്ലേ, റിഫ്ലക്ഷൻ അതാണ്. പക്ഷേങ്കിൽ മിറർ സാധാരണ നമ്മൾ സൈഡിലാണല്ലോ വെക്കാറ്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു സംഭവം തന്നെ നോക്കിയാൽ മതി. അപ്പം അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ആൽഫബറ്റ് സീരീസ് കംപ്ലീറ്റ് എഴുതി വെച്ചു. ഓക്കെ, എ മുതൽ ഇസഡ് വരെ ഇവിടെ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓരോന്നും നോക്കുക. ആദ്യം നമുക്ക് കൺസണൻസ് മതി, സോ വവൽസ് ഒഴിവാക്കാം. ഓക്കെ, സോ ആദ്യം നമ്മൾ വവൽസ് ഒഴിവാക്കുന്നു. ഓക്കെ, സോ എ ഒഴിവാക്കി, ഇ ഐ ഒ യു, എ ഇ ഐ ഒ യു ഒഴിവാക്കി. ഓക്കെ, ഫൈൻ. ഇനി ബാക്കി ലെറ്റേഴ്സിന് നമ്മളൊന്ന് എന്ത് ചെയ്യാണ്, മിറർ ഇമേജ്. ഓക്കെ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, ആൻസർ കറക്റ്റ് ആണോ തെറ്റാണോ നോക്കാം. സോ ബി എന്താ വരിക, ബി ഇങ്ങനെ വരും അല്ലെ. സോ ബി എങ്ങനെ വരുന്നത് എന്നുള്ളതും മാറ്റർ അല്ല, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി മിറർ ഇമേജ് സെയിം ആണോ അല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, ഫൈൻ. ബി എങ്ങനെയാണ് വരിക, സോ മിറർ ഇമേജ് സെയിം ആയിരിക്കാം അല്ല. സോ ബി കൗണ്ട് ചെയ്യണം. സോ കാരണം ഡു നോട്ട് ലുക്ക് ലൈക്ക് ദർ ഒറിജിനൽ ഷേപ്പ് ആണ് ചോദ്യം. സോ ബി കൗണ്ട് ചെയ്യണം. ഫൈൻ. ഇനി സി കൗണ്ട് ചെയ്യണം, ഡി യെസ്, എഫ് യെസ്, എച്ച് കൗണ്ട് ചെയ്യണ്ട. കാരണം എന്താ, എച്ചിനെ മിററിൽ നോക്കിയാൽ അതെന്ത് തന്നെയായിരിക്കും, എച്ച് തന്നെയായിരിക്കും. ജെ കൗണ്ട് ചെയ്യണം. കാരണം എന്താണ്, ജെ മിററിൽ നോക്കുമ്പോൾ അതിൻ്റെ വാല് ഇപ്പുറത്തോട്ട് വരും അല്ലേ. സോ ജെ കൗണ്ട് ചെയ്യണം. കെ കൗണ്ട് ചെയ്യണം, എൽ കൗണ്ട് ചെയ്യണം, എം കൗണ്ട് ചെയ്യണോ വേണ്ട. എമ്മിൻ്റെ മിറർ ഇമേജ് എന്ത് തന്നെയാണ്, എമ്മിൻ്റെ മിറർ ഇമേജ് എം തന്നെയാണ്. സോ എം കൗണ്ട് ചെയ്യണ്ട. എൻ കൗണ്ട് ചെയ്യണം. കാരണം എന്താ, എന്നിൻ്റെ മിറർ ഇമേജ് ഇങ്ങനെയാണ് വരിക, ശരിയല്ലേ. ഓക്കെ, സോ എൻ കൗണ്ട് ചെയ്യണം. പി വേണം, ക്യൂ വേണോ, യെസ്. ക്യൂവിൻ്റെ മിറർ ഇമേജിൽ ആ വാല് തിരിച്ചിങ്ങോട്ടായിരിക്കും അല്ലേ. സോ വേണം. ആറ് വേണം, എസ് വേണം. എസ് എങ്ങനെയായിരിക്കും, എസ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, സോ ടി വേണ്ട. ടി മിറർ ഇമേജും ടി തന്നെയാണ്. വി ഡബ്ല്യു അല്ലേ, എക്സ് വേണ്ട. വൈ കെയർഫുൾ ആയിട്ട് എഴുതണം. കാരണം വൈ മേ ബി നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട് വൈ. ഓക്കെ,
ഇത് ആക്ച്വലി റോങ് ആണ്. വൈയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിമെട്രി തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ചെറിയ നഴ്സറി കുട്ടികളാരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ആ ഒരു ബുക്ക് എടുത്ത് നോക്കിയാൽ മതി. വൈ വലിയ ക്യാപിറ്റൽ വൈ എന്താണ്, ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് മിസ്റ്റേക്ക്, അവിടെ ഒരു ആൻസർ തെറ്റും. ഓക്കെ, സോ വൈ ഒന്ന് കെയർഫുള്ളായിട്ട് എഴുതാം. വൈയുടെ ക്യാപിറ്റൽ എന്താണ്, ഇതാണ്. ഈ മിറർ ഇമേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ കൗണ്ട് ചെയ്യണ്ട. ഓക്കെ, ഫൈനലി ഇസെഡ് എന്ത് വരും, ഇസെഡ് ഇങ്ങനെയുള്ളത് ഇങ്ങനെ വരും അല്ലേ. സോ എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്യണം. ഓക്കെ, ഇത്രയും നമ്മൾ കൗണ്ട് ചെയ്യണം. സോ എന്തായിരിക്കും ആൻസർ? 1 2 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഓക്കെ, സോ 14 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ 14 ലെറ്റേഴ്സ് എന്ത് വരുന്നുണ്ട്, മിറർ ഇമേജ് ഡിഫറെൻ്റ് ആണ്. അതിലെ വവ്വൽസ് നമ്മൾ ഒഴിവാക്കി, ബാക്കി ലെറ്റേഴ്സിൻ്റെ മിറർ ഇമേജ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ അകത്തുള്ള ഫൈനൽ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യനോടെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈൻ. 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇഫ് every alternative letters of English alphabet from B onwards including B is written in lowercase and the remaining letters are capitalized, then how is the first month of the second half of the year written? അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ഓൾട്ടർനേറ്റീവ് ലെറ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നു ഫ്രം ബി ഓൺവേർഡ്സ്, ബി മുതൽ. അപ്പം ബി എന്താണ്, ക്യാപിറ്റലാണ്. സോ ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നു, ലോവർ ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മന്ത് ഓഫ് ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഇയർ, അതായത് ജൂലൈ എങ്ങനെ എഴുതുക എന്നാണ് ചോദ്യം. സോ നമുക്ക് ഇവർ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാം, ക്യാപിറ്റലും സ്മോൾ ആക്കി മാറ്റി നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റർ എ മെൻഷൻ ചെയ്തില്ല. സോ ബി ക്യാപിറ്റൽ ആണെങ്കിൽ എ എന്തായിരിക്കണം, സോറി ബി ഓൺവേർഡ്സ് ലോവർ കേസ് ആണ്, ബാക്കിയെല്ലാം ക്യാപിറ്റൽ അല്ലേ. ഫൈൻ. സോ ബി എന്താണ്, ബി ലോവർ കേസ് ആണ്, അപ്പം ബി സ്മോൾ ആണ്. അപ്പം എ എന്തായിരിക്കും, മിക്കവാറും ക്യാപിറ്റൽ ആയിരിക്കും അല്ലേ, എ ബി. സോ സി ക്യാപിറ്റൽ, ഡി സ്മോൾ, എ ബി സി, ഡി ഇ എഫ്, ജി എച്ച്, സോറി എച്ച് സ്മോൾ, ഐ ജെ അല്ലേ, ജി എച്ച് ഐ ജെ, കെ എൽ, എം എൽ, ഒ പി, ക്യു ആർ, എസ് ടി യു വി, ഡബ്ല്യു എക്സ് വൈ ഇസെഡ്. ഓക്കെ, സോ എഴുതി. ഇനി നമുക്ക് ജൂലൈ എഴുതി നോക്കാം. ജൂലൈയിൽ ജെ എന്താ, ജെ സ്മോൾ ആണ്. യു ക്യാപിറ്റൽ ആണ്. എൽ എന്താ, എൽ സ്മോൾ ആണ്. വൈ ക്യാപിറ്റൽ ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് വരുന്നത്. സോ ഇതിലേതാണ് ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി അല്ലേ, ഓപ്ഷൻ ഡി. കാരണം ഇവിടെ വൈ ക്യാപിറ്റൽ ആണ്, സോറി ജെ ക്യാപിറ്റൽ ആണ്, ഇവിടെ രണ്ട് സ്ഥലത്തും വൈ സ്മോൾ ആണ്. ഓക്കെ, ഫൈൻ. സോ ആൻസർ എന്താണ്, ഡി. ഓക്കെ, സോ ആൻസർ ആണ് ഓപ്ഷൻ ഡി. ഫൈൻ. സോ ഇതാണ് കോഡിംഗ് ഡീകോഡിങ്ങിലെ ഫൈനൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പം കോഡിംഗ് ഡീകോഡിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യം ആൽഫബറ്റിൽ നിന്ന് ഡയറക്റ്റ് കറസ്പോണ്ടിങ് നമ്പേഴ്സ് വെച്ചുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിന്നെ ഷഫിൾ ചെയ്യുന്ന ടൈപ്പുള്ള ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ടൈപ്പ്. മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വേർഡ് കോഡിങ് ആയിരുന്നു, വേർഡ് വെച്ചിട്ട് കോഡ് ചെയ്യും. സോ നാലാമത്തെ ടൈപ്പ് എന്താണ്, ഒരു സീരീസ് ഓഫ് ലെറ്റേഴ്സ് തരും, അതിനകത്ത് കുറച്ച് മിസ്സിങ് ലെറ്റേഴ്സ് ഉണ്ടാവും, അത് ഏതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കുന്ന ടൈപ്പ്. ആൻഡ് ഫൈനലി ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ അകത്തുനിന്ന് ചില ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ചില ചേഞ്ചസ് വരുത്തിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്താണ്, ടോട്ടലി ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾക്കിത് ഓരോ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അതേപോലെ എല്ലാ വർഷവും കൃത്യമായിട്ട് 2-3 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് എന്ത്, കോഡിംഗ് ഡീകോഡിംഗ്. ഓക്കെ, സോ അപ്പം നമുക്ക് കോഡിംഗ് ഡീകോഡിംഗ് ഇതോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.